പഞ്ചാബിൽ മൃഗീയ ഭൂരിപക്ഷമല്ല, പൈശാചിക ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. ഞാൻ ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു പിന്തുണക്കാരനൊന്നുമല്ല. പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് അവിടെ 117 അംഗങ്ങളുള്ള നിയമസഭയിൽ 93 മറ്റോ മെമ്പർമാരുണ്ട്. കോൺഗ്രസ്സിന് 16 പേരേ ഉള്ളൂ. ഇതിൽ നിന്ന് ഏതാനും MLA-മാരെ മറുവശത്തേക്ക് കൊണ്ടുവരാൻ ഇവരാഗ്രഹിക്കുന്നു. ഏതാണ്ട് 30ഓളം MP-മാർ വിമതന്മാരായി നിൽക്കുകയാണ്. അവർ പലർക്കും മന്ത്രിയാകാൻ പറ്റാത്ത വിഷമമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷനോ ബോർഡോ കിട്ടാത്തതിൻ്റെ പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഇവർ അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നലായിരിക്കാം. എല്ലാ പാർട്ടിയിലും ഇങ്ങനത്തെ വിമതന്മാരുണ്ടാവും. ഇപ്പോൾ ഡൽഹിയിൽ ഇവരുടെ മന്ത്രിസഭ പോയ സ്ഥിതിക്ക് പഞ്ചാബിലെ വിമതന്മാർക്ക് പത്തി വെച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ 93 അംഗങ്ങളുള്ള പാർട്ടിയിൽ നിന്ന് 30 പേര് മാറിയാലും ബാക്കി 63 പേര് അവിടെ ഉണ്ടാവും. അപ്പോഴും ഭൂരിപക്ഷമുണ്ട്. 117ൻ്റെ പകുതിയേക്കാൾ കൂടുതലാണല്ലോ 63. മറിച്ച് അവിടെ നിന്ന് 30 പേര് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ അംഗസംഖ്യ 46 ആകുകയില്ല. കാരണം 16 30 കൂട്ടി 46 ആകുന്ന വിദ്യയല്ല ഈ രാഷ്ട്രീയത്തിലുള്ളത്, ജനാധിപത്യത്തിലുള്ളത്. 30 പേര് കൂറുമാറി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അവർക്ക് കൂറുമാറ്റ നിരോധന നിയമം ബാധകമാവും. സ്പീക്കർ ആം ആദ്മി പാർട്ടിക്കാരനാണ്. അദ്ദേഹം ഇവരെ അപ്പം തന്നെ അൺഅറ്റാച്ച്ഡ് ആക്കും. പിന്നീട് ഇവരെ അയോഗ്യരാക്കും. അവർക്ക് നിയമസഭയിൽ ഇരിക്കാനോ വോട്ട് ചെയ്യാനോ പറ്റുകയില്ല. 30 മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് MLA സ്ഥാനം പോകും എന്നായി കഴിഞ്ഞാൽ മിക്കവാറും MLA-മാരും മറുകണ്ഠം ചാടുകയില്ല. ഇത് കോൺഗ്രസ് ആഫീസിലിരിക്കുന്ന ആളുകൾക്ക് പലതും സങ്കല്പിക്കാം. അങ്ങനെ 30 പേർ കൂറുമാറിയാൽ അവരുടെ 30 പേരുടെ അംഗത്വം നഷ്ടപ്പെടും എന്നല്ലാതെ ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഒന്നാമത് അതിന് ശേഷവും ആം ആദ്മി പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടാവും. രണ്ടാമത് ഈ കൂറുമാറുന്ന ആളുകളുടെ അംഗത്വം അതുകൂടി നഷ്ടപ്പെടും. ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത് രാഹുൽ ഗാന്ധിയുടെ അച്ഛനായ ശ്രീമാൻ രാജീവ് ഗാന്ധിയായിരുന്നു. അദ്ദേഹം നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലൊരു ഇവഞ്ച്വാലിറ്റി പ്രതീക്ഷിച്ചില്ല. അന്ന് കോൺഗ്രസ്സിന് മിക്കവാറും സംസ്ഥാനങ്ങളിലും മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, പാർലമെൻറ്റിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ നിയമം ഉണ്ടാക്കിയത്. അല്ലായിരുന്നെങ്കിൽ പഴയ പോലെ പോയാൽ മതി എന്ന് വിചാരിക്കാം. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ കൂറുമാറുന്ന ആളുകളുടെ അംഗത്വം നഷ്ടപ്പെടും. കോൺഗ്രസ്സിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുകയുമില്ല. ആം ആദ്മിയുടെ മന്ത്രിസഭ മുമ്പോട്ട് പോവുകയും ചെയ്യും. ഇതാണ് ഇതിലെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൗതുകം. പക്ഷേ അതിനേക്കാൾ ഉപരിയായ ചില വിഷയങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇനി ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ വന്നാൽ ആ സെക്കൻഡിൽ നിയമസഭ പിരിച്ചുവിടും. മന്ത്രിസഭ ഡിസ്മിസ് ചെയ്യും, നിയമസഭ പിരിച്ചുവിടും. കാരണം കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. അവർക്ക് ആം ആദ്മിയോട് പ്രത്യേകിച്ചൊരു താല്പര്യമില്ല, കോൺഗ്രസിനോട് യാതൊരു താല്പര്യമില്ല. പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ മന്ത്രിസഭ വരാൻ ഒരു കാരണവശാലും BJP സമ്മതിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ അവർ ആം ആദ്മിയെ നിലനിർത്താനേ ശ്രമിക്കുകയുള്ളൂ. കാരണം BJPയുടെ ഉദ്ദേശം, അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെ ഉദ്ദേശം കോൺഗ്രസ് മുക്ത ഭാരതമാണ്, ആം ആദ്മി മുക്ത ഭാരതമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.